നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുകയാണ് ഇനിയുള്ള ഒരു മണിക്കൂറിൽ. സ്വാഗതം ഇന്ന് സംഭവിച്ചതിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. CPIഎമ്മിൽ അത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. കോൺഗ്രസിൽ ഇനി തീരുമാനം വരേണ്ടതുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടക്കുന്ന സമയമാണ്. അരയും തലയും മുറുക്കി മുന്നണികൾ. CPIഎം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതോടെ സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സര ചിത്രം ഏറെക്കുറെ തെളിഞ്ഞു. കോൺഗ്രസ് ഭൂരിപക്ഷം സിറ്റിംഗ് എംപിമാരെയും രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താൻ നോക്കുമ്പോൾ വൻ നേതൃനിരയെ തന്നെയാണ് CPIഎം രംഗത്തിറക്കിയിരിക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിനായി ജില്ലാ കൗൺസിലുകൾ ചേരാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിർദ്ദേശം. ഓരോ മണ്ഡലത്തിലും 3 പേരുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കി നൽകണം. ഈ മാസം 26 ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. ഷഫീദ് റാവുത്തറുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ഷഫീദ്, ആദ്യം CPIഎമ്മിന്റെ കാര്യത്തിൽ ഇന്നലെ പുറത്തു വന്ന സ്ഥാനാർത്ഥികളെ തന്നെ ഉറപ്പിക്കാൻ കഴിയുമല്ലോ. ഔദ്യോഗിക പ്രഖ്യാപനം ഇനി ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോഴും അതുതന്നെയാവില്ലേ CPIഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക? ഷഫീദ്. CPIഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ആ വിവരം അനുസരിച്ച് അതേ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ആകാനാണ് സാധ്യത. ഇനി ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മാത്രം കാത്തിരുന്നാൽ മതിയാകും. ആ സ്ഥാനാർത്ഥി പട്ടികയുടെ സ്വഭാവം നമ്മൾ കണ്ടതാണ്. PB അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ, ഒരു മന്ത്രി അടക്കം 4 MLA-മാരടക്കമുള്ള ആളുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIഎമ്മിന്റെ സ്ഥാനാർത്ഥികളാകും എന്നുള്ള കാര്യം അത് CPIഎം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് അങ്ങനെ ഒരു നേട്ടം കൈവരിക്കുക എന്നുള്ളതാണ് CPIഎം ലക്ഷ്യം വെക്കുന്ന കാര്യം. അതിൽ ഏതാണ്ട് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നത്. ആറ്റിങ്ങലിൽ നമുക്കറിയാം മത്സരിക്കുന്നത് MLA കൂടിയായിട്ടുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള V. ജോയിയാണ്. V. ജോയിയെ നേരിടാൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ആറ്റിങ്ങലിൽ എത്തിയാൽ സ്വാഭാവികമായും അത് ശക്തമായൊരു ത്രികോണ മത്സരത്തിലേക്ക് ആറ്റിങ്ങലിലെ കാര്യങ്ങൾ പോകും. UDFനെ സംബന്ധിച്ച് അടൂർ പ്രകാശ് വലിയ സാധ്യത വയ്ക്കുന്നുണ്ട്. കൊല്ലത്ത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ NK പ്രേമേന്ദ്രനെ നേരിടാൻ CPIഎം മുന്നോട്ട് വയ്ക്കുന്നത് അവിടുത്തെ MLA-യും സിനിമാ താരവുമായിട്ടുള്ള M. മുകേഷിനെയാണ്. അവിടേക്ക് കുമ്മനം രാജശേഖരൻ ഒരുപക്ഷെ പത്തനംതിട്ട സാധ്യത മങ്ങുന്നതോടുകൂടി കുമ്മനം രാജശേഖരൻ എത്താം NDAക്ക് വേണ്ടി. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും തെരഞ്ഞെടുപ്പിന്റെ ചിത്രങ്ങൾ മാറും. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക്കിലൂടെ വലിയ പ്രതീക്ഷ CPIഎം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആലപ്പുഴയിൽ AM ആരിഫിനെ നേരിടാൻ ഒരുപക്ഷെ UDF കളത്തിലിറക്കുന്നത് KC വേണുഗോപാലാണെങ്കിൽ അത് ദേശീയ ശ്രദ്ധ നേടും. പകരം KC വേണുഗോപാലോ അല്ലെങ്കിൽ പകരം ഉയർന്നു കേൾക്കുന്ന ഒരു പേര് സിനിമാ താരമായിട്ടുള്ള സിദ്ദീഖിൻ്റെതാണ്. എറണാകുളത്ത് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് CPIഎമ്മിനെങ്കിൽ കൂടി ഹൈബീഡിനെ നേരിടാൻ പ്രാപ്തരായ സ്ഥാനാർത്ഥിയാണെന്നുള്ള വിലയിരുത്തൽ CPIഎം സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. മറ്റ് സ്ഥലങ്ങൾ, ചാലക്കുടി അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. പൊന്നാനിയിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു പൊതുസുന്ദരൻ വരുമ്പോൾ സ്വാഭാവികമായും CPIഎം ലക്ഷ്യം വെക്കുന്ന പല കാര്യങ്ങളുണ്ട്. അവിടെ ജനകീയ മുഖം എന്നതിനപ്പുറത്തേക്ക് ലീഗ് അണികളെ അടക്കം കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ അവിടേക്ക് വരണമെന്നുള്ളതാണ് CPIഎമ്മിന്റെ തീരുമാനം. അങ്ങനെയാണ് CPIഎം അതൊരു പൊതുസുന്ദരനിലേക്കും ഹംസയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ആലത്തൂരിൽ രമ്യ ഹരിദാസിൽ നിന്ന് ഇടതുകോട്ട തിരിച്ചുപിടിക്കാൻ മന്ത്രി K. രാധാകൃഷ്ണനെ തന്നെ ഇറക്കുമ്പോൾ അവിടെയും CPIഎം വലിയ രീതിയിലുള്ള പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികൾ കോഴിക്കോട് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള മത്സരമായിരിക്കും. എളമരം കരീം അവിടെ സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എളമരം കരീമിനെ സംബന്ധിച്ച് വലിയ ചലനമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ CPIഎം പങ്കുവയ്ക്കുന്നു. അതേസമയം വടകരയിൽ ജനകീയ മുഖം, അത് K. മുരളീധരനെ നേരിടാൻ ഒരു ജനകീയ മുഖമായിട്ടുള്ള KK ശൈലജയെ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെയും CPIഎം വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂരിൽ പാർട്ടി സെക്രട്ടറിയെ തന്നെ MV ജയരാജനെ തന്നെ ഇറക്കുന്നു. കണ്ണൂരിൽ എതിർ സ്ഥാനാർത്ഥിയായി ആര് UDFന് വരും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. K. സുധാകരൻ തന്നെ മത്സരിക്കുകയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ മത്സരം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസക്തമാർന്നൊരു മത്സരമായി മാറും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാസർഗോഡും അവരുടെ ജില്ലാ സെക്രട്ടറിക്ക് തന്നെയാണ് CPIഎം പരിഗണന നൽകിയിട്ടുള്ളത്. മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സ്വാഭാവികമായും സ്ഥിരീകരണം വരണം. അത് ആ രീതിയിൽ പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുമില്ല. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സുരേഷ് ഗോപി എന്നുള്ള പേരിലേക്ക് ഇതിനോടകം തന്നെ NDA തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരം. അവിടേക്ക് CPI സീറ്റാണ്. ജനകീയ മുഖം എന്നുള്ള VS സുനിൽകുമാറിനെ പരീക്ഷിക്കാം. തൊട്ടപ്പുറത്തേക്ക് നമുക്കറിയാം, തൊട്ടപ്പുറത്തും ഈ പറയുന്ന സ്വാഭാവികമായും വലിയ
മത്സരം ഉയർത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ UDF അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെയും സമാനമായ രീതിയിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി CPI സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CPI മത്സരിക്കുന്ന 4 സീറ്റുകൾ, അതിൽ 2 സീറ്റുകളിൽ ഇതിനോടകം തന്നെ തീരുമാനമായിട്ടുണ്ട്. CPI മത്സരിക്കുന്ന 2 മാവേലിക്കരയിൽ AYF നേതാവ് അരുൺകുമാറിനെ മത്സരിപ്പിക്കാനാണ് ജില്ലാ നേതൃത്വം അടക്കം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. തൃശ്ശൂരിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ VS സുനിൽകുമാർ അവരുടെ ജനകീയ പ്രതീക്ഷകൾക്ക് കൂടുതൽ ഊന്നൽ നൽകും. പ്രത്യേകിച്ച് കരുവന്നൂർ അടക്കം പല വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടേക്ക് ആ രീതിയിൽ സ്വാധീനമുള്ള ഒരാളെ പ്ലേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് CPM-ന്റെ അക്കാര്യത്തിലെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇനി മറ്റ് 2 മണ്ഡലങ്ങൾ സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങളാണ്, തിരുവനന്തപുരവും അതേപോലെ തന്നെ വയനാടും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ ഒരു ചിത്രം തെളിഞ്ഞു വന്നിട്ടുണ്ട്, CPI-യുടെ ഒഴികെ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ശശി തരൂരിനെ താഴെ ഇറക്കാൻ, രാജീവ് ചന്ദ്രശേഖരനെ തന്നെ കളത്തിലിറക്കാൻ NDA തീരുമാനിക്കുമ്പോൾ പന്ന്യൻ രവീന്ദ്രന്റെ പേരായിരുന്നു CPI-യിൽ ആദ്യം ചർച്ചയായി ഉയർന്നത്. എന്നാൽ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള വിവരം ഇതിനോടകം തന്നെ CPI-യിൽ നിന്ന് പുറത്തു വരുന്നു. വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി ദേശീയ തലത്തിലേക്കുള്ള മത്സരമായി, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമായി വയനാട് മാറും. അവിടേക്ക് പകരം LDF മുന്നോട്ട് വെക്കുന്നത് CPI സീറ്റ് ആയതുകൊണ്ട് തന്നെ LDF മുന്നോട്ട് വെക്കുന്ന ഒരു ദേശീയ നേതാവിനെയാണ്. ആനി രാജയെ തന്നെ വയനാട്ടിലേക്ക് ഇറക്കാം എന്നുള്ളൊരു ആലോചന CPI സംബന്ധിച്ചിടത്തോളം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേർന്നിരുന്നു. ജില്ലാ നേതൃയോഗങ്ങൾ ചേരാൻ എക്സിക്യൂട്ടീവ് നിർദ്ദേശം നൽകി. തൊട്ടടുത്ത ദിവസം തന്നെ CPI-യുടെയും CPIM-ന്റെയും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഇന്ന് രാവിലെ UDF കൺവീനർ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും അവരുടെ സ്ഥാനാർത്ഥി പട്ടികയും ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അത്രത്തോളം ചൂട് പിടിച്ചു തെരഞ്ഞെടുപ്പ് ഗോദ എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. CPM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ധാരണയായിട്ടുണ്ട്, ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട്. CPI ആകട്ടെ ജില്ലാ കൗൺസിലുകളോട് പട്ടിക നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. 3 പേരുടെ സാധ്യതാ പട്ടിക, അതിൽ നിന്നായിരിക്കും തീരുമാനം ഉണ്ടാവുക. UDF-ൽ ഇപ്പോൾ സമരാഗ്നി ജാഥ നടക്കുകയാണ്. അതിനുശേഷം അവരുടെ പ്രഖ്യാപനം ഉണ്ടാകും. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം ന്യായമെന്ന K മുരളീധരന്റെ പ്രസ്താവന തള്ളി. ഇതിനിടെ UDF കൺവീനർ MM ഹസൻ രംഗത്തെത്തി. ചർച്ച നടക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയില്ല എന്ന് MM ഹസൻ പ്രതികരിച്ചു. UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ തന്നെ പൂർത്തിയാക്കും. മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഞങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. അത് ഉടൻ തന്നെ വീണ്ടും നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം അന്ന് കൂടാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ സമരാഗ്നി യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ UDF-ന്റെ മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി UDF യോഗം ഉടൻ തന്നെ വിളിക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ AV ജയശങ്കർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഈ ലീഗ് 3ാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ആ നിലയ്ക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല സമീപനം ഉണ്ടാകുമോ എന്നതറിയില്ല. അത് ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ്. എപ്പോൾ ഉണ്ടാകും UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം? ജയശങ്കർ. ഉന്മേഷ്, LDF ഉൾപ്പെടെ ഏകദേശം സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിച്ച പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോഴും UDF-ന് സീറ്റ് വിഭജന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സമരാഗ്നിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നേതാക്കൾ നിൽക്കുന്നതിനാൽ ഏകോപന സമിതി കൂടി അന്തിമ സീറ്റ് ധാരണയാകാൻ വൈകുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. പക്ഷേ അപ്പോഴും ലീഗുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ പ്രതിസന്ധിയിലാക്കുന്ന ഘടകം. ലീഗുമായി ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ, ധാരണയിലെത്താൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. കാരണം ലീഗ് ഒരു 3ാം സീറ്റ് എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്നാണ് ലീഗ് നേതൃത്വം ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സമരാഗ്നിയുടെ തിരക്കുകൾക്കിടയിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ലീഗ് നേതാക്കളുമായി പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഉൾപ്പെടെ നടത്തുന്നുണ്ട്. പക്ഷേ അവരുമായി ഒരു സമവായത്തിലെത്താൻ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിസന്ധി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളും പ്രശ്നമുടൻ പരിഹരിച്ച പ്രചരണ പരിപാടികളിലേക്ക് കടക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇവർക്ക് ചെറിയ അതൃപ്തി ഈ വിഷയത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആലപ്പുഴയിലും കണ്ണൂരിലും മാത്രമാണ് നിലവിൽ ഒരു ആശയക്കുഴപ്പമുള്ളത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കട്ടെ എന്നൊരു ധാരണ നേരത്തെ തന്നെ കോൺഗ്രസിലായിരുന്നു. പക്ഷേ ലീഗിന്റെ 3ാം സീറ്റ് കൂടി വരുമ്പോൾ ഒരു അന്തിമ തീരുമാനം, ഒരു അന്തിമ പ്രചരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ കൂടി ഒരു സമവായം വേണമെന്ന് തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ നിലവിലെ ഒരു
ഒരു തീരുമാനം. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ നേരത്തെ ലീഗിനെ അറിയിച്ചത് 3-ാം സീറ്റ് ഉണ്ടാകില്ല, രാജ്യസഭയിൽ ഉൾപ്പെടെ പരിഗണിക്കാമെന്ന നിർദ്ദേശമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ലീഗ് തൃപ്തരല്ല. അതുകൊണ്ട് തന്നെ ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസ് ഏകോപന സമിതി ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് UDF കൺവീനർ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF-ൽ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്. ശരി, സമരാഗ്നി യാത്രയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും, ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. നമ്മളടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണ്. മലപ്പുറം എടവണ്ണപ്പാറയിൽ കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ദൃക്സാക്ഷി. മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ മൃതദേഹം പൊങ്ങാനുള്ള സമയമായില്ലെന്നും അയൽവാസി ജുവൈരിയ പ്രതികരിച്ചു. അവള് ഒരു 5:45 സമയത്തൊക്കെ ഇതിലൂടെ പോകുന്നതായിട്ട് എല്ലാരും പോവാറുണ്ട്, അതേപോലെ പോവാന്ന് വിചാരിച്ചു. ബോഡി ഏകദേശം ഒരു 7:15-7:30 ആയ ഒരു സമയത്താണ് ബോഡി കാണുന്നത്. വേറെ എന്തെങ്കിലും സംശയിക്കാന്ന് വെച്ചാൽ കുട്ടിക്ക് മെൻ്റലി ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ളത് വീട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ബോഡി പൊങ്ങാനുള്ളൊരു സമയം 24 മണിക്കൂർ ആയിട്ടില്ല. പിന്നെ പോരാത്തതിന് കുട്ടിയുടെ ശരീരത്തിൽ മുകളിലിട്ട വസ്ത്രം ഇല്ലായിരുന്നു എന്നുള്ളതൊക്കെ ഒരു സംശയത്തിനുള്ളൊരു ഇടവരുത്തുന്ന പോലൊരു ചർച്ച വരുന്നുണ്ട്. അല്പസമയം മുൻപാണ് പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. മുങ്ങൽ വിദഗ്ധരാണ് വസ്ത്രങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഇപ്പോൾ സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സമീർ? നിലവിൽ പോലീസ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥിരീകരണത്തിലേക്കൊന്നും തന്നെ പോലീസ് എത്തിയില്ല. നിലവിൽ ആത്മഹത്യ എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അല്പസമയം മുന്നെയാണ് ഈ പെൺകുട്ടിയെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തിന് സമീപത്ത് നിന്ന് പുഴയിൽ അടിഭാഗത്ത് വെച്ച് ഈ കുട്ടിയുടെ വസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. വസ്ത്രം ഈ കുട്ടി മരിക്കുന്ന സമയത്ത് അന്ന് ധരിച്ചിരുന്ന വസ്ത്രമാണ് നിലവിൽ ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വിരൽ അടയാള വിദഗ്ധരൊപ്പം തന്നെ പോലീസും ശേഖരിച്ചിരിക്കുകയാണ്. ഇത് കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ശരീരത്തിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള കൊലപാതകം നടത്തുന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആണ് ഇത്തരം ഒരു സംശയം നിലനിൽക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരം ഒരു സൂചന ഒന്നും തന്നെ നിലവിൽ പുറത്തു വരുന്നില്ല. കഴുത്തിനും ഒപ്പം തന്നെ മറ്റു ശരീരത്തിൽ 2 ഭാഗങ്ങളിലും നേരിയ മുറിവ് മാത്രമാണ് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാത്രി 8 മണിയോട് കൂടി കുട്ടിയുടെ മൃതദേഹം 17-കാരുടെ മൃതദേഹം ചാലിയാർ പുഴയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ കുട്ടിയെ കരാട്ടെ പഠിപ്പിച്ചിരുന്ന കരാട്ടെ മാസ്റ്ററായിട്ടുള്ള ഊർക്കടോ സ്വദേശി സിദ്ദിഖ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ കുടുംബവും ഒപ്പം തന്നെ സഹോദരിയും പോലീസിൽ പരാതി നൽകിയിരുന്നു. അതായത് ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഈ കരാട്ടെ മാസ്റ്ററായിട്ടുള്ള സിദ്ദിഖ് അലി ഉപദ്രവിച്ചിരുന്നു എന്നുള്ള ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ സഹോദരി പോലീസിനെ സമീപിച്ചിരുന്നു. ഇതിൽ അന്വേഷണം നടത്തിയ പോലീസാണ് പോക്സോ വകുപ്പ് പ്രകാരം സിദ്ദിഖ് അലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മരണപ്പെടുന്ന അല്ലെങ്കിൽ കുട്ടി മരിച്ചു എന്ന് കാണപ്പെടുന്ന സമയത്ത് അതിന് മുന്നോടിയായി എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇത്തരം ഒരു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ പോലീസിന് എത്താനായിട്ടില്ല. ഉന്മേഷ്, ഈ ദൃക്സാക്ഷി ഇപ്പോൾ പ്രതികരിച്ച് നമ്മൾ കേട്ടുവല്ലോ സമീർ, അത്തരത്തിലൊരു സാധ്യത അത് സംശയിക്കുന്നുണ്ടോ സമീർ? നിലവിൽ പോലീസും ഒപ്പം തന്നെ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ശരീരത്തിൽ അത്തരത്തിലുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള സൂചന ഒന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ആരോപണത്തെ നമുക്ക് തള്ളിക്കളയാനോ അല്ലെങ്കിൽ പൂർണ്ണമായി ശരിയാണോ എന്ന് പറയാനോ കഴിയില്ല. പക്ഷേ അവർ പറയുന്ന കാര്യത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കുട്ടി വൈകുന്നേരം 6 മണിക്ക് ശേഷം ഈ പുഴയുടെ ഭാഗത്തേക്ക് പോകുന്നു. സാധാരണഗതിയിൽ കുട്ടി പുഴയുടെ ഭാഗത്തൊക്കെ പോയി ഇരിക്കാറുണ്ട് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. എങ്കിൽ പോലും കുട്ടി 7 മണിക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം പുഴയിൽ കടിഞ്ഞ നിലയിൽ കാണപ്പെടുന്നു. അങ്ങനെ ഈ സ്ത്രീ പറയുന്നത് അല്ലെങ്കിൽ ഈ ദൃക്സാക്ഷി പറയുന്നത് ഈ സമയത്ത് മരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മൃതദേഹം പൊങ്ങി വരാനുള്ള സമയമോ മറ്റൊന്നും തന്നെ ആയിട്ടില്ല. അതോടൊപ്പം തന്നെ കുട്ടി ധരിച്ചിരുന്ന ചെരുപ്പ് ശരീരത്തിലുണ്ടായിരുന്നു, അതുപോലും ഒഴുകിപ്പോകാതെ ഈ വസ്ത്രം മാത്രം എങ്ങനെ കാണാതായി എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു വ്യക്തതയിലേക്ക് വരാൻ കഴിയുള്ളൂ. ഏതായാലും ഇക്കഴിഞ്ഞ 17-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ കാണാതാവുകയും രാത്രി 8 മണിയോട് കൂടി കുട്ടിയുടെ മൃതദേഹം ഈ ചാലിയാർ പുഴയിൽ കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഈ പെൺകുട്ടി ഈ കരാട്ടെ മാസ്റ്റർക്കെതിരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലൈംഗികമായി അദ്ദേഹം ചൂഷണം ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. പക്ഷേ ഈ പെൺകുട്ടിയുടെ കടുത്ത മാനസിക സമ്മർദ്ദം മൂലം ഈ മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നിയമപരമായി നീങ്ങാനുള്ള കുടുംബത്തിന്റെ തയ്യാറെടുപ്പിനോട് ഇടയിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയും പോക്സോ കേസിൽ ഈ കരാട്ടെ മാസ്റ്റർ അറസ്റ്റിലായിരുന്നു. പക്ഷേ പിന്നീട് അന്നത്തെ പരാതിക്കായി മൊഴി മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം കുറ്റവിമുക്തനായി ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഉന്മേഷ്, ശരി. ഏതായാലും ദൃക്സാക്ഷിയുടെ മൊഴി കൂടി പുറത്തു വരുന്നുണ്ട്. പോലീസ് ഇക്കാര്യങ്ങളിലൊക്കെ ഫലപ്രദമായ അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ആര്യൻകോട് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. വെള്ളറട ഇമ്മാനുവൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. 15ഓളം സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്നാണ് പരാതി. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ കോളേജിൽ, അതായത് ഈ വാഴിച്ചാൽ, ഈ വെള്ളറടയിലുള്ള വാഴിച്ചാൽ ഇമ്മാനുവൽ കോളേജിൽ എത്തുന്ന ഈ വിദ്യാർത്ഥി, 1ാം വർഷ വിദ്യാർത്ഥി, സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി നൽകിയിരിക്കുന്നത് ആര്യൻകോട് പോലീസ് സ്റ്റേഷനിലാണ്. ഈ വിദ്യാർത്ഥിക്ക് 15ഓളം സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. പ്രധാനമായും റാഗിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത് എന്നാണ് ഈ പരാതിയിൽ പറയുന്ന കാര്യം. പക്ഷേ കോളേജ് അധികൃതരോടക്കം നമ്മൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു സംഭവം നടക്കുന്ന കലാലയമല്ല, അത്തരത്തിൽ റാഗിംഗ് അല്ല എന്നൊരു മറുപടിയാണ് നമുക്ക് ലഭിച്ചത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ആര്യൻകോട് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ക്രൂരമായ മർദ്ദനമാണ് ഈ വിദ്യാർത്ഥിക്ക് ഏറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. നിലവിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ വിദ്യാർത്ഥി. ഉന്മേഷ്, ശരി. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. അവിടെ സംസ്ഥാന മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം നടന്നതാണ്. അതിനുശേഷം കേന്ദ്രമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. വന്യജീവി ആക്രമണങ്ങൾക്ക് പക്ഷെ എപ്പോഴും അറുതിയില്ല. വന്യജീവി ഭീതി ഒഴിയാതെ നാട്. വയനാട്ടിലെ വന്യജീവി ആക്രമണം നേരിടാൻ വനനിയമത്തിൽ ഭേദഗതി ആവശ്യമില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ജീവന് പരിരക്ഷ നൽകണം എന്നതാണ് സർക്കാർ നയം. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സംയുക്തമായി ആനത്താരകൾ അടയാളപ്പെടുത്തും. ഇരകൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷം കേന്ദ്രവിഹിതമാണെന്നും സംസ്ഥാനത്തിന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. Under the Wildlife Protection Act 1972, under Section 11, enough power have been vested with the chief wildlife warden of the state. So power is already there. The state government wants, their power is with them, with their chief wildlife, the power is there. And under that power, he can issue permission to trap, catch or kill a problematic animal. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര ഫണ്ടുണ്ടായിട്ടും വയനാട്ടിൽ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്ന് ടി സിദ്ദിഖ് MLA ആരോപിച്ചു. ഇക്കാര്യത്തിൽ വനമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യത്തിൽ മാനന്തവാടി രൂപത സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ജ്വാല കൽപ്പറ്റയിൽ ഇപ്പോൾ നടക്കുകയാണ്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, കേന്ദ്രമന്ത്രി വയനാട്ടിലുണ്ട്. അദ്ദേഹം കേന്ദ്ര വനനിയമവുമായി ബന്ധപ്പെട്ട് നിലപാട് വിശദീകരിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി തന്നെ തുടരുകയും ചെയ്യുന്നു. എന്താണ് നിലവിൽ വയനാട്ടിലെ അവസ്ഥ, സുർജിത്ത്? എന്തായാലും കേന്ദ്ര വനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വയനാട് ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല. ആകെ പറഞ്ഞ 2-3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആനത്താരയുടെ ഒരു സജ്ജീകരണം, അതായത് ആനത്താരയുടെ പുനഃസ്ഥാപനം ഉണ്ടാകുന്നുള്ളതാണ്. അത് 3 സംസ്ഥാനങ്ങളെ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിക്കും. അതിനായി കോയമ്പത്തൂരിലെ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ സർക്കാരിൻ്റെ ഈ സംസ്ഥാന സർക്കാരിന് ഈ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കായി സഹായധനം എന്ന നിലയിൽ 10 ലക്ഷം രൂപ നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. എങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ള ചോദ്യം പ്രതിപക്ഷ MLA-മാരും ഉന്നയിച്ചു. മാത്രമല്ല ഈ അക്രമോത്സുകത പ്രകടിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ, മനുഷ്യർക്ക് ജീവന് ഭീഷണിയായ വന്യമൃഗങ്ങളെ
വെടിവെച്ചു കൊല്ലാം എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ള വാദം കൂടി കേന്ദ്രമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും സംസ്ഥാന വനമന്ത്രി ഉൾപ്പെടെ അത് കേന്ദ്ര നിയമമാണ് എന്നുള്ള വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് മറുപടി എന്നുള്ള നിലയിലാണ് കേന്ദ്ര വനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന വനവകുപ്പ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കാം. അത്തരത്തിൽ 1972 വന നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ക്ലോസ് ഉണ്ട് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ സംഘടനയുള്ള പ്രതിഷേധമാണെങ്കിൽ ഇപ്പോൾ ഈ കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രതിഷേധ ജ്വാല നടക്കുകയാണ്. പ്രതിഷേധ ജ്വാല കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർ ജോസഫ് പാംബ്ലാനിയാണ് ഇതുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നൂറുകണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ തന്നെയാണ് ഈ പ്രതിഷേധ പരിപാടി കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ചത്. കളക്ടറേറ്റിന് മുന്നിൽ കേന്ദ്രീകരിച്ച് ഉപവാസ സമരമാണ് സംഘടിപ്പിച്ചത്. മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിവിധ വിഷയങ്ങൾ, ഈ കാടും നാടും വേർതിരിക്കുക, അധിനിവേശ സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുക, സർക്കാർ തന്നെ നട്ടുപിടിപ്പിച്ച തോട്ടങ്ങൾ, തേക്കും ഗ്രാൻഡിസും യൂക്കാലിയും വിളയുന്ന തോട്ടങ്ങൾ സ്വാഭാവിക വനങ്ങൾക്ക് വഴിമാറ്റുക എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ, വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടുത്തെ വന്യമൃഗ ജീവികളുടെ ആക്രമണത്തിലുള്ള മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിന്റെ മാർഗത്തിലേക്ക് ഈ മാനന്തവാടി രൂപത കടന്നിട്ടുള്ളത്. എന്തായാലും ആ പ്രതിഷേധത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ധാരാളം ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ തുടരാനുള്ള ശ്രമമാണ് അതിരൂപതയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ ഈ മാനന്തവാടി രൂപത ബിഷപ്പിനെ സന്ദർശിക്കുന്ന നില ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തിലേക്ക് വഴിമാറാനുള്ള കാരണം ഇങ്ങനെ മരണങ്ങൾ തുടർച്ചയായ പശ്ചാത്തലത്തിലാണ്. എന്തായാലും പ്രതിഷേധം തുടരാനുള്ള ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഈ ബേലൂർ മക്ന ദൗത്യം, അതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങളുണ്ടോ സുജിത്ത്? വയനാടൻ ജനതയ്ക്ക് വേണ്ടി, കേരളത്തിലെ കർഷകർക്ക് വേണ്ടി, റബ്ബർ കർഷകർക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജ്വലിക്കുന്ന ഒരു ഹൃദയവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൂർച്ചയേറെ വാക്കുകളും. പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് വയനാട്ടിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം തുടരുകയാണ്. അദ്ദേഹം കേന്ദ്ര വനനിയമം സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നു. നഷ്ടപരിഹാരം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ആവശ്യമായ വിഹിതം കൂട്ടിച്ചേർക്കാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയ നിലപാട്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ തുടരുന്ന കാഴ്ചയാണ്. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങിയെന്നുള്ള വാർത്ത വരുന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപം തോട്ടത്തിൽ കെട്ടിരുന്ന പശുക്കിടാവിനെ ആക്രമിച്ചു കൊന്നു. വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സൂരജ് സജ്ജുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. സൂരജ്, നാട്ടുകാരുടെ ആവശ്യം, വനവകുപ്പിന്റെ നിലപാട് എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, പാലപ്പള്ളിക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് ഒരു ഗ്രാമമാകെ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. തുടർച്ചയായി പുലി ഇറങ്ങുന്നു. ഇന്നും ഇത്തരത്തിൽ പുലി ഇറങ്ങി ഒരു പശുക്കിടാവിനെ കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എലിക്കോട് ആദിവാസി കോളനിക്ക് പുറകിൽ, അത് വീടിന് പുറകിൽ കെട്ടിയിട്ടിരുന്ന പശുക്കിടാവിനെയാണ് ആ പുലി കടിച്ചു കൊന്നത്. അതിന്റെ പകുതി ഭാഗം ഭക്ഷിച്ച നിലയിലാണ് ഈ പശുക്കിടാവിന്റെ ജഡം കണ്ടെത്തുന്നത്. എന്തായാലും വലിയ ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലായി തന്നെ എച്ചിപ്പാറ, കുണ്ടായി, വലിയകുളം തുടങ്ങി പല മേഖലകളിലും പുലി ഇറങ്ങി ഈ വളർത്തുമൃഗങ്ങളെ ആകെ കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമാണുള്ളത്. അന്നെല്ലാം തന്നെ വനപാലകരോട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു. പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നില്ല. ഇതോടുകൂടിയാണ് കൂട് സ്ഥാപിച്ചുകൊണ്ട് പുലിയെ പിടിക്കുന്ന നടപടിയിലേക്ക് കടക്കണം എന്നൊരാവശ്യവുമായി ഇപ്പോൾ പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. തുടർച്ചയായി ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങി നാശം വിതയ്ക്കുന്ന ഒരു മേഖലയാണ് പാലപ്പള്ളി. അവിടെ ഈ പുലി കൂടി എത്തിയതോടുകൂടി ജനജീവിതം തന്നെ ദുസ്സഹമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. 6 മണി കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ആനകളെ കൊണ്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി പുലി കൂടി എത്തിയതോടുകൂടി എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് പാലപ്പള്ളി എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും പ്രദേശത്തെത്തി പുലിക്കായുള്ള തിരച്ചിൽ അത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, പ്രമോദ് ശങ്കർ KSRTC CMD ആയി നിയമിതനായിരിക്കുന്നതാണ്. നിലവിൽ അദ്ദേഹം KSRTCയുടെ ജോയിന്റ് MD ആയിരുന്നു. അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ്. അദ്ദേഹത്തെ KSRTC സ്വിഫ്റ്റിന്റെയും CMD ആക്കി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്.
നമ്മളിനി പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. തേക്കത്തോട് സ്വദേശി അജിയുടെ വീടാണ് കാട്ടാന തകർത്തത്. ശ്രീജിത്ത് ശ്രീകുമാറിന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? ഉന്മേഷ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. തേക്കുതോട് മൂർത്തിമൺ എന്ന പ്രദേശമാണ്. അത് വനാതിർത്തിയോടുകൂടി ചേർന്ന പ്രദേശം തന്നെയാണ്. പക്ഷേ കാട്ടാനക്കൂട്ടം അങ്ങനെ കാര്യമായ രീതിയിൽ ഇറങ്ങി വരാത്തതും അതുപോലെ തന്നെ ആളുകൾക്ക് ശല്യം ഉണ്ടാക്കാത്തതുമായ ഒരു മേഖല തന്നെയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വനത്തിൽ ചൂട് രൂക്ഷമാണ്. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെയായി കാട്ടാനകൾ വരുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടി ഒരൊറ്റക്കൊമ്പനാണ് ആ മേഖലയിലേക്ക് വന്നത്. ഈ കാട്ടാന പൂർണ്ണമായി ആ പ്രദേശത്തെ ആ വീട്, അജിയുടെ വീടിന്റെ തൊഴുത്തിന് നേരെയാണ് ആദ്യം ആക്രമണം നടത്തിയത്. അതിനുശേഷം വീടിന്റെ അടുക്കള ഭാഗവും തകർത്തിട്ടുണ്ട്. ഈ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഉറക്കത്തിൽ എഴുന്നേറ്റ് ശബ്ദം കേട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയതിനാലാണ് ജീവന് അല്ലെങ്കിൽ ശരീരത്തിന് പരിക്കുകളൊന്നും തന്നെ പറ്റാതിരുന്നത്. എന്തായാലും ഏതാണ്ട് 1 മണിക്കൂർ നേരം നിലയുറപ്പിച്ച ശേഷമാണ് ഈ കാട്ടാന ഇവിടെ നിന്ന് മടങ്ങിയത്. വനപാലകർക്കെതിരെ നാട്ടുകാർ ഇതിനകം തന്നെ പരാതിപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് വനപാലക സംഘം കാര്യമായ രീതിയിലുള്ള ഒരു പരിശോധന ഈ മേഖലയിലൊന്നും തന്നെ നടത്തുന്നില്ല. എന്തായാലും വനപാലകർ പരിശോധിച്ച് ഈ കാട്ടാനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. എന്തായാലും മറ്റു നടപടിക്രമങ്ങളിലേക്ക്, കാട്ടാനയെ തുരത്താൻ ആവശ്യമായ മറ്റു നടപടിക്രമങ്ങളിലേക്ക് വനപാലകർ കടക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതുകൂടാതെ ഈ വീടിന് നാശനഷ്ടം സംഭവിച്ച അജിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ശ്രീ സുകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ ഇന്നും വന്യജീവി ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത വാർത്തയിലേക്കാണ്. ബംഗാളിലെ സിലിഗുഡി സഫാരി പാർക്കിലെ സിംഹങ്ങളുടെ പേര് വിവാദത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കൽക്കട്ട ഹൈക്കോടതി. സിംഹങ്ങൾക്ക് അക്ബർ, സീത എന്ന പേരുകൾ ഇട്ടത് ശരിയായില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെ ദൈവങ്ങളുടെ പേരാണോ ഇടുന്നത് എന്ന് കോടതി ചോദിച്ചു. പേരിട്ടത് ത്രിപുര സർക്കാരാണെന്നും മാറ്റാൻ തയ്യാറാണെന്നും ബംഗാൾ സർക്കാർ കോടതി അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആർക്കെ, കോടതി സ്വീകരിച്ച നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ആർക്കെ, കോടതി സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്പർദ്ധയുണ്ടാക്കുന്ന ഇടപെടലുകൾ അത് ഉചിതമല്ല. പ്രത്യേകിച്ച് ഭരണകൂടങ്ങൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ കൃത്യമായിട്ടുള്ള വീണ്ടും വിചാരം വേണം എന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചില ചോദ്യങ്ങൾ കോടതി ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൈവങ്ങളുടെ പേരാണ് ഇവയെന്ന കാര്യത്തിൽ സംശയമുണ്ടോ എന്നുള്ളതായിരുന്നു. അക്കാര്യത്തിൽ സംശയമില്ല എന്ന് ബംഗാൾ മറുപടി നൽകി. അങ്ങനെയുണ്ടെങ്കിൽ ഈ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ദൈവങ്ങളുടെ പേര് നൽകാറുണ്ടോ എന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ നൽകുന്നത് ഉചിതമാണോ എന്ന ചോദ്യമാണ് കോടതി മുന്നോട്ട് വെച്ചത്. ഒരു വിഭാഗത്തിലെ ചെറിയ അളവ് ആളുകൾക്കെങ്കിലും ചില അതിർത്തി ഉണ്ടാവുകയും അത് സാമൂഹ്യ സ്പർദ്ധയായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അത് ഒഴിവാക്കുന്നതാണ് ഉചിതം എന്ന് കോടതി പറഞ്ഞു. ആ ഘട്ടത്തിലാണ് തങ്ങളല്ല ഈ കാര്യത്തിൽ ഈ പേര് ഇട്ടത് എന്ന് ബംഗാൾ വിശദീകരിച്ചു. പേരിട്ടത് ത്രിപുരയാണ്. ത്രിപുര ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും തങ്ങളുടെ പക്കലുണ്ട് എന്ന് ബംഗാൾ അറിയിച്ചു. ആ രേഖകൾ അവർ ഹാജരാക്കുകയും ചെയ്തു. തുടർന്ന് ഈ പേരുകൾ മാറ്റുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു എതിർപ്പ് തങ്ങൾക്കില്ല, ഈ പേരുകൾ മാറ്റാൻ തയ്യാറാണ് എന്ന് ബംഗാൾ ഉറപ്പ് നൽകുകയും കോടതിക്ക് ചെയ്തു. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇന്ന് പുരോഗമിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസ് റിട്ട് ഹർജിയായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചു. ഹർജിക്കാരനോട് ഇതൊരു പൊതു താല്പര്യ ഹർജിയായി ഫയൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ, അതിനാവശ്യമായിട്ടുള്ള സത്യവാങ്മൂലം അടക്കം സമർപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയത്. ഏതായാലും വിവാദത്തിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. KSRTCക്ക് പുതിയ CMD വന്നിരിക്കുന്നു. അഡീഷണൽ ഗതാഗത കമ്മീഷണറും KSRTC ജോയിന്റ് CMDയുമായിരുന്ന പ്രമോദ് ശങ്കറിനെയാണ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിച്ചത്. ബിജു പ്രഭാകറിനെ വ്യവസായ വകുപ്പിലേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് നിയമനം. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? KSRTCയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അതിന് പിന്നാലെ ബിജു പ്രഭാകർ KSRTC CMD സ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. നിലവിൽ KSRTC ജോയിന്റ് MDയും അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിരുന്ന പ്രമോദ് ശങ്കറെ പുതിയ KSRTC CMDയായി നിയമിച്ചാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. KSRTC സിറ്റിന്റെയും CMD ആക്കി പ്രമോദ് ശങ്കറെ നിയമിച്ചിട്ടുണ്ട്. ഈ രണ്ട് സുപ്രധാന ചുമതലകളായിരിക്കും ഇനി പ്രമോദ് ശങ്കർ വഹിക്കുക. മാത്രമല്ല, നമുക്കറിയാം KSRTCയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു നിയമനം ഉണ്ടാവുക. പ്രമോദ് ശങ്കർ ഗതാഗത വകുപ്പിൽ തന്നെ കുറെ വർഷങ്ങളായി പ്രവർത്തിച്ച് പരിചയമുള്ള ആളുമാണ്. ഉന്മേഷ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. നമ്മളിനി പോകുന്നത് കർഷക സമരവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. കർഷകർ മുന്നോട്ട്.
പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സമരത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. BJP നേതാക്കളുടെ വസതികളിലേക്ക് സംയുക്ത കിസാൻ മോർച്ച ട്രാക്ടർ മാർച്ച് പ്രഖ്യാപിച്ചു. കർഷകർ റോഡ് തടഞ്ഞ് പ്രതിഷേധിക്കും. കേന്ദ്ര സർക്കാരുമായി തൽക്കാലം ചർച്ച വേണ്ടെന്നാണ് കർഷക സംഘടനകളുടെ നിലപാട്. വിവരങ്ങളുമായി ഇപ്പോൾ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർക്കെയും ഈ ചർച്ചയ്ക്കുള്ള സന്നദ്ധത കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അതിന് വഴങ്ങേണ്ടതില്ല എന്ന് കർഷകർ തീരുമാനിക്കുമ്പോൾ ഒരു പ്രശ്നപരിഹാരം അകലെന്ന് തന്നെ കരുതണമോ ആർക്കെ? ഈ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ടൊന്നും തങ്ങളുടെ ആവശ്യം അത് പിന്മാറില്ല, അഥവാ തങ്ങൾക്കേറ്റ മുറിവ് ഉണങ്ങില്ല എന്നുള്ളതാണ് കർഷകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളും ഒപ്പം ഈ പോലീസ് അടക്കമുള്ള നിയമ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു താല്പര്യമുണ്ട് എന്ന് സർക്കാർ പറയുന്ന ആ ഒരു കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു രീതിയാണ് പുലർത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചർച്ചയിലേക്ക് പോകുന്നത് നിലവിൽ തീരുമാനിക്കേണ്ട, അഥവാ നിലവിൽ അത്തരത്തിലുള്ള ഒരു നീക്കം വേണ്ട എന്ന തീരുമാനമാണ് ഈ കർഷക സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. നാളെ വീണ്ടും ഡൽഹിയിലേക്കുള്ള മാർച്ച് പുനരാരംഭിക്കാനാണ് ഇവർ പദ്ധതിയിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ സമാനമായിട്ടുള്ള ചിന്താഗതിക്കാർ അടക്കമുള്ളവരുമായി നടത്തുന്നുണ്ട്. മാർച്ച് വിജയകരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഡൽഹിയിലേക്ക് എത്താൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭമാക്കി ഇതിനെ മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത്. കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയം വിവിധ ഘട്ടങ്ങളിലായിട്ട് നടത്തുന്നുണ്ട്. വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക് ഈ ഡൽഹിയിലേക്ക് പ്രവേശനം ഉണ്ടാകാത്ത വിധത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾ ഒക്കെ നൽകാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം പഞ്ചാബിനോട് ഈ കർഷകരുടെ കാര്യത്തിൽ അവർ ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി ഉത്തരവ് കൂടി പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്ന ആവശ്യവും കേന്ദ്രം ഉന്നയിച്ചു. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നിതിൻ അംബുജൻ കൂടി ചേരുന്നുണ്ട്. നിതിൻ, ഇന്നലെയാണ് ഒരു യുവ കർഷകൻ മരിച്ചത് ഈ സംഘർഷത്തിനിടെ. അതിന് തൊട്ടു പിന്നാലെ തന്നെ 2 ദിവസത്തേക്ക് ഈ മാർച്ച് അവർ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് കർഷകരുടെ നിലപാട്? നേതാക്കൾ എന്താണ് വിശദീകരിക്കുന്നത്? നിതിൻ. ഉന്മേഷ്, എന്തായാലും കർഷകർക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കാരണം പോലീസിന്റെ വ്യാപകമായിട്ടുള്ള കണ്ണീർ വാതക ഷെൽ പ്രയോഗം, അതോടൊപ്പം തന്നെ റബ്ബർ ബുള്ളറ്റിൻ പ്രയോഗം, കൂടാതെ ഒരു കർഷകൻ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം, ഇതിലെല്ലാം വലിയ പ്രതിഷേധം കർഷക സംഘടനകൾക്കിടയിലുണ്ട്. എന്തായാലും ആ കർഷകൻ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ സംഘടനകൾ ഡൽഹിയിലേക്ക് നീങ്ങുന്നത് മാറ്റിവെച്ചത്. എന്തായാലും എപ്പോൾ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി തന്നെ നിലപാട് അറിയിക്കും. എന്തായാലും 2 ദിവസത്തേക്ക് തങ്ങൾ ഡൽഹിയിലേക്ക് നീങ്ങില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഡൽഹിയിലേക്കുള്ള യാത്ര അത് ഉപേക്ഷിച്ചിട്ടില്ല, അത് തുടരും എന്ന് തന്നെയാണ് കർഷകരുടെ പ്രഖ്യാപനം. അതേസമയം തന്നെ ഈ കർഷകൻ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. BJP നേതാക്കളുടെ വീടുകളിലേക്ക് ട്രാക്ടർ മാർച്ച് സംയുക്ത കിസാൻ മോർച്ചയുടെ ഔദ്യോഗിക വിഭാഗം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് ഭാരതീയ കിസാൻ യൂണിയന്റെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും റോഡ് തടയുന്ന നിലപാടും സ്വീകരിച്ചു. അത്തരത്തിൽ പ്രതിഷേധം വ്യക്തമാകുന്നു. അതോടൊപ്പം കേന്ദ്ര സർക്കാർ വിളിച്ച ചർച്ചയ്ക്ക് തങ്ങൾ സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് കർഷക സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾ സമരത്തിന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും വൈകാതെ തന്നെ ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തിൽ എപ്പോൾ മാർച്ച് പുനരാരംഭിക്കണമെന്ന കാര്യത്തിൽ ഒരു നിലപാട് കർഷക സംഘടനകൾ പ്രഖ്യാപിക്കും. നിതിൻ, ഇപ്പോൾ ഈ കർഷകർ ഇപ്പോൾ എവിടെയാണുള്ളത്? ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ തമ്പടിച്ചിരിക്കുന്നത്? നിതിൻ. ശംഭു അതിർത്തിയും അതോടൊപ്പം തന്നെ കനൌരി അതിർത്തിയും കേന്ദ്രീകരിച്ച് കർഷകർ ഇപ്പോഴും തമ്പടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം കർഷകർ ഹരിയാനയിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴായിരുന്നു ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുമുണ്ടായ കണ്ണീർ വാതക പ്രയോഗവും മറ്റ് നടപടികളും. ഇന്ന് സമാധാനപരമായി തന്നെയാണ് ശംഭുവിലും അതോടൊപ്പം തന്നെ കനൌരിയിലും കർഷകർ സമരം ചെയ്യുന്നത്. പഞ്ചാബിന്റെ മേഖലയിൽ തന്നെ അവർ അവിടെ ട്രാക്ടറിൽ ടെന്റ് ഘടിപ്പിച്ചുകൊണ്ട് തന്നെ അവർ സമരം ചെയ്യുകയാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിലൊരു ആഹ്വാനം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും കർഷകർ ഹരിയാനയിലേക്ക് കടക്കാനുള്ളൊരു നീക്കം നടക്കും. നിലവിൽ ഇപ്പോൾ സമാധാനപരമായി തന്നെ ശംഭുവിലും കൂടാതെ ഖനൌരിയിലും സമരം തുടരുകയാണ്. ശരി നിതിൻ. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. സമരം ചെയ്യുന്ന കർഷകർക്ക് പിന്തുണയുമായി പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിലെ അഭിഭാഷകർ നാളെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ബാർ അസോസിയേഷൻ അറിയിച്ചു. പോലീസ് നടപടിക്കിടെ യുവ കർഷകൻ മരിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഒരു കോണിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഇപ്പോൾ അഭിഭാഷകരുടെ കൂടി ഐക്യദാർഢ്യം, എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ബൽറാം, വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കർഷക സമരത്തിനിടെ ഒരു യുവ കർഷകൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഭിഭാഷകർ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം?
ഉന്മേഷ പഞ്ചാബിൽ നിന്നുള്ള അഭിഭാഷകരാണ് കർഷകർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസ് നടപടിയിൽ ഒരു യുവ കർഷകൻ 21 വയസ്സുള്ള കർഷകൻ മരിക്കാൻ ഇടയായ സാഹചര്യം ശക്തമായ ഭാഷയിലാണ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ബാർ അസോസിയേഷൻ അപലപിച്ചത്. പ്രതിഷേധിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചും നാളെ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കാനാണ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ബാർ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ ബാർ അസോസിയേഷൻ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. നാളെ അഭിഭാഷകർ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കും, കോടതിയിൽ ഹാജരാകില്ല എന്നാണ് ഹരിയാന ആൻഡ് പഞ്ചാബ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സമാനമായി ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസ് നടപടിക്ക് പിന്നാലെ കർഷകർക്ക് പിന്തുണ വർദ്ധിച്ചിരിക്കുന്നു. ഹരിയാനയിലെ പലയിടങ്ങളിലും ഈ യുവ കർഷകന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ കർഷക സംഘടനകൾ, സ്ത്രീകൾ അടക്കമുള്ളവർ റോഡ് തടഞ്ഞും ട്രെയിൻ തടഞ്ഞുമുള്ള പ്രതിഷേധം നടത്തി വരികയാണ്. കുരുക്ഷേത്രയിൽ ദേശീയപാത ഉപരോധിച്ചിരിക്കുന്നു. സമാനമായി തന്നെ മറ്റിടങ്ങളിൽ ഗ്രാമീണ മേഖലകളിലടക്കം റെയിൽവേ ട്രാക്കുകളിൽ കുത്തിയിരുന്നു കൊണ്ട് കർഷകർ പ്രതിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ ഈ പോലീസ് നടപടിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഹരിയാനയ്ക്കകത്തു നിന്ന് തന്നെ ഇതിനെതിരായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. ഒപ്പമാണ് അഭിഭാഷകർ അടക്കമുള്ള മറ്റ് വിഭാഗങ്ങളിൽ നിന്നും കർഷകർക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത മാസം 6-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ സന്ദർശിക്കും. ബരാസത്തിൽ റാലി നടത്തുന്ന പ്രധാനമന്ത്രി സംഘർഷ മേഖലയായ സന്ദേശ് ഖലിയും സന്ദർശിക്കും എന്നാണ് സൂചന. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖ് പീഡിപ്പിച്ചെന്ന പരാതിയുമായി നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയതിനെ തുടർന്ന് സന്ദേശ് ഖലിയിൽ പ്രതിഷേധം ശക്തമാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ സന്ദർശനം, അതിന് സവിശേഷ രാഷ്ട്രീയമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ, കൃത്യമായും പ്രധാനമന്ത്രിയുടെ ഈ പശ്ചിമ ബംഗാൾ സന്ദർശനത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയ മാനം ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളായി സന്ദേശ് ഖലി സംഘർഷഭരിതമാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന് എതിരായി കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒട്ടേറെ പേർ രംഗത്തെത്തിയിരിക്കുന്നു. അത് സ്ഥിരമായി ഈ മേഖലയിൽ സന്ദർശ പ്രദേശമാക്കി മാറ്റുകയും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ സന്ദർശനം ഉൾപ്പെടെ ബംഗാൾ പോലീസ് തടയുന്ന സാഹചര്യവും നിലനിൽക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് 6-ന് പശ്ചിമ ബംഗാൾ സന്ദർശിക്കുന്നത്. ബരാസത്തിൽ ഒരു റാലിയാണ് പ്രധാനമന്ത്രിക്കായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വനിതകളുടെ ഒരു മഹാറാലിയെ പ്രധാനമന്ത്രി ബരാസത്തിൽ അഭിസംബോധന ചെയ്യും. അതേസമയം ഈ ബരാസത്ത് ഉൾപ്പെടുന്ന നോർത്ത് 24 പർഗാനാസിൽ തന്നെയാണ് സന്ദേശ് ഖലിയും ഉൾപ്പെടുന്നത്. അദ്ദേഹം സന്ദേശ് ഖലിയിൽ സന്ദർശനം നടത്തിയേക്കില്ല എന്നാണ് ഉന്നത BJP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കാരണം പ്രധാനമന്ത്രിക്ക് ഒറ്റ ദിവസത്തെ സന്ദർശനം മാത്രമാണ് നിലവിൽ ബംഗാളിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ സമയത്തിന്റെ അപര്യാപ്തതയുണ്ടാകുന്നതിനാൽ ഈ വനിതാ സമ്മേളനത്തിലേക്ക് സന്ദേശ് ഖലിയിൽ നിന്നുള്ള സ്ത്രീകളെ കൂടി എത്തിച്ച് അവിടെ വെച്ച് അവരുടെ വേദന പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കാൻ അവസരമൊരുക്കാനാണ് പശ്ചിമബംഗാൾ BJPയുടെ ആലോചിക്കുന്നത്. അതുതന്നെയാണ് ഇന്ന് പശ്ചിമബംഗാൾ BJP അധ്യക്ഷൻ സുഖേന്ദു മജുംദാർ വ്യക്തമാക്കിയതും. ഈ സ്ത്രീകൾക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് BJP ബംഗാൾ ഘടകം അവസരമൊരുക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒരു സാഹചര്യമുണ്ടായാൽ അത് മമതയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാകും. കാരണം സുഖേന്ദു മജുംദാറിന്റെ സന്ദർശനമടക്കം ബംഗാൾ പോലീസ് തടഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടൽ ഒന്നിലേറെ തവണ ഉണ്ടായതിനു ശേഷമാണ് ബംഗാൾ പ്രതിപക്ഷ നേതാവ് ഈ സ്ഥലം സന്ദർശിക്കാൻ. ഏതായാലും പ്രധാനമന്ത്രി ബംഗാളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മാർക്കറ്റ് വ്യൂവിന്റെ സമയമാണ്. സൂര്യശ്രീയത്ത്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ആദ്യകാല നഷ്ടം വീണ്ടെടുത്ത ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 535 പോയിന്റ് ഉയർന്നു. 22,000 മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ച് നിഫ്റ്റി. പിന്തുണച്ച് IT, ഓട്ടോ ഓഹരികൾ. ലോകത്തിലെ ഏറ്റവും വലിയ പാൽ കമ്പനിയായി അമൂലിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ക്ഷീരമേഖല 6% വികസിച്ചു. 22,000 കോടി രൂപയുടെ പദ്ധതികളും പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും.
പുനരുജ്ജീവന തന്ത്രങ്ങളുമായി സ്പൈസ് ജെറ്റ് 316 കോടി രൂപയുടെ ധനസമാഹരണം നടത്തി. 1000 കോടി രൂപ അധിക ധനസമാഹരണത്തിനുള്ള നടപടികളും ആരംഭിച്ച് കമ്പനി. ബിർള ഓപ്പസിനൊപ്പം പെയിന്റ് ബിസിനസ്സിലേക്ക് കടന്ന് ഗ്രാസിം ഇൻഡസ്ട്രീസ്. 3 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപയുടെ മൊത്ത വരുമാനം ലക്ഷ്യമിടുന്നതായി ബിർള. പഞ്ചാബ്, ഹരിയാന, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അടുത്ത മാസത്തോടെ ബിർള ഓപ്പസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. ഇന്ത്യ $10 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിഡന്റ് ബോർഗെ ബ്രൻഡെ. ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയെന്ന പദവി ഉടൻ നേടും. ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലെ വർധന രാജ്യത്തിന്റെ വളർച്ച പ്രകടമാക്കുന്നുവെന്നും ബോർഗെ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. സമ്മിശ്ര ആഗോള സൂചനകളുടെയൊക്കെ ഒരു പിൻബലത്തിൽ വിപണി ഇന്ന് ഫ്ളാറ്റായാണ് വ്യാപാരം തുടങ്ങിയതെങ്കിലും മുൻ സെക്ഷനിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വിപുലീകരിച്ചത് വിപണിയെ ഇൻട്രാഡേയിൽ വലിച്ചിഴച്ചു. ഒരു നഷ്ടമാണ് ഉണ്ടായിരുന്ന ആ സമയത്ത്. എന്നിരുന്നാലും അവസാന 2 മണിക്കുള്ള ഒരു കനത്ത വാങ്ങലിനെയൊക്കെ തുടർന്ന് ദിവസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് വിപണി, ആ ഒരു നേട്ടത്തിലാണ് ഇന്ന് വിപണി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. IT ഓഹരികളിലേക്ക് ഒരു ശക്തമായൊരു പിന്തുണ ഇന്ന് വിപണിക്കുണ്ടായിരുന്നു. ഒപ്പം മെറ്റൽ, ഓട്ടോ ഓഹരികളും നേട്ടത്തിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകളിലേക്കൊക്കെ തന്നെ വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഇന്ന് പോസിറ്റീവ് മോഡലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ 162 പോയിന്റ് ഉണർവിൽ 22,217 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ സാമ്പത്തിക ഓഹരികളായ നിഫ്റ്റി ബാങ്ക് ആണെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് മോഡലായിരുന്നു. ഇന്ന് ബാങ്കിംഗ് സെക്ടറിൽ ഒരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ 99 പോയിന്റ് ഇടിവിൽ 46,919 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലാണെങ്കിലും 20 പോയിന്റ് ഇടിവിൽ 20,665 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരു കനത്ത ഒരു വിൽപ്പന സമ്മർദ്ദം ഇൻട്രാഡേ ട്രേഡിൽ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഒരു അവസാന 2 മണിക്കൂറുകളിൽ മാറി ഒരു നേട്ടത്തിലാണ് ഇന്നത്തെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വരികയാണെങ്കിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെൻസെക്സ് ഇന്ന് 535 പോയിന്റ് നേട്ടത്തിൽ 73,158 പോയിന്റിലാണ് ഇന്ന് സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും വിപണി ഒരു തിരിച്ചു വരികയാണെന്ന് തന്നെ പറയാം. ഇന്നലെ ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിച്ചതിന് ശേഷം സമ്മിശ്ര പ്രതികരണങ്ങളൊക്കെ തുടർന്ന് അവസാനം ഇന്ന് നേട്ടത്തോടെ ഒരു വിപണി അവസാനിച്ചു എന്ന് പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് അതിഥിയായി എത്തുന്നത്. ഗുഡ് ഈവനിംഗ് ശ്രീ പോൾ തോമസ്. ഒടുവിൽ സമ്മിശ്ര പ്രതികരണങ്ങൾക്കൊടുവിൽ തന്നെ മാർക്കറ്റ് ഇന്ന് ഒരു പോസിറ്റീവ് മോഡിൽ അവസാനിച്ചു. എന്തൊക്കെയായിരിക്കും ഈ ഒരു സമ്മിശ്ര പ്രതികരണത്തിന് കാരണം? വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ? ഗുഡ് ഈവനിങ് സൂര്യ. ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് എന്നിരുന്നാലും മാർക്കറ്റ് അതിനുശേഷം നല്ലൊരു സെല്ലിങ് മാർക്കറ്റിൽ കണ്ടിരുന്നു. ഞാൻ മോർണിംഗിലെ സെഷനിൽ പറഞ്ഞിരുന്നു 21,850 ലെവൽ നല്ലൊരു സപ്പോർട്ടായിട്ട് ഇൻട്രാഡേയിൽ ആക്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. 875 വരെ ഇന്ന് ലോ വന്നുള്ളൂ. അവിടെ നിന്ന് ശരിക്കും ബൗൺസ് ബാക്ക് ചെയ്ത് ഏകദേശം 350 പോയിന്റോളം നിഫ്റ്റിക്ക് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അപ്പൊ 350 പോയിന്റിന്റെ ഒരു റാലി ലോവർ ലെവലിൽ നിന്ന് ഇന്നുണ്ടായി എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റാലിയാണ്. പ്രത്യേകിച്ച് ബുൾസിന് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ബൗൺസ് ബാക്ക് ഒരുപക്ഷെ 1-2 ദിവസം കൂടി നിൽക്കാനുള്ള സാധ്യതയാണ് ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിംഗ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഏതൊക്കെ സെക്ടറുകൾ വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാറി മാറി ഓരോ സെക്ടേഴ്സ്, IT, ഓട്ടോ സെക്ടർ, അതുപോലെ ബാങ്കിങ് സെക്ടർ, ഇങ്ങനെ മാറി മാറിയാണ് ബുൾസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സെക്ടറിലും മാറി മാറി ബൈങ് വരുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ഓവറോൾ മാർക്കറ്റിന്റെ ഒരു പോസിറ്റീവ്നെസ് ആണ് അത് കാണിക്കുന്നത്. ഓക്കെ, നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. എന്തായാലും വിപണിയെ പിന്തുണയ്ക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും, നാളെ വിപണിയിൽ ആരൊക്കെ വീഴും, ആര് വാഴുമെന്നൊക്കെ അടുത്ത ദിവസം അറിയാം. മാർക്കറ്റ് വ്യൂവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്ത, തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാൻ CPIയിൽ ധാരണയായിരിക്കുന്നു എന്നതാണ്. മത്സരത്തിന് പന്ന്യൻ രവീന്ദ്രൻ സമ്മതം അറിയിച്ചു. വയനാട്ടിൽ ആനി രാജ സ്ഥാനാർത്ഥിയാകും. തൃശൂരിൽ VS സുനിൽകുമാർ, മാവേലിക്കരയിൽ CA അരുൺകുമാർ. ഇതാണ് ഇപ്പോഴത്തെ ധാരണ. അന്തിമ തീരുമാനം ഈ മാസം 26 ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉണ്ടാകും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇത് ഒരു അന്തിമ ലിസ്റ്റായി മാറുമോ? ഷഫീദ്,
ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായ പേരുകളാണിത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ മുൻപ് ലൈവിൽ സംസാരിക്കുമ്പോഴും അക്കാര്യത്തിൽ പന്ന്യൻ രവീന്ദ്രന്റെ കാര്യത്തിൽ സംശയമുണ്ടെന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വിവരം പുറത്തു വരുന്നതനുസരിച്ച് പന്ന്യൻ എന്നുള്ള പേരിലേക്ക് തന്നെ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കാൻ സമ്മതം അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ LDF സ്ഥാനാർത്ഥിയാകും. ശശി തരൂര് അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ തുടങ്ങിയ പേരുകളാണ് UDF NDA ക്യാമ്പുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ശശി തരൂർ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് കൂടിയാണെങ്കിൽ തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യത എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം തിരുവനന്തപുരം മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് CPI സംബന്ധിച്ച് അവരുടെ അഭിമാനകരമായ ഒരു പോരാട്ടമായി മാറുകയും ചെയ്യും. അതേസമയം മാവേലിക്കരയിൽ മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയുടെ അടക്കം അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് AIYFന്റെ സ്ഥാനാർത്ഥി AIYF ഈ നേതാവായിട്ടുള്ള അരുൺകുമാർ മത്സരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം. അരുൺകുമാറിന്റെ പേര് ആദ്യഘട്ടം മുതൽ കേൾക്കുന്നതാണ്. തൃശ്ശൂരെ സംബന്ധിച്ച് തൃശ്ശൂരിൽ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ. അവിടെ VS സുനിൽകുമാർ എന്ന് പറയപ്പെടുന്ന ജനകീയ മുഖത്തെ തന്നെ പരീക്ഷിക്കാൻ CPI നേതൃത്വം തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. VS സുനിൽകുമാറിന്റെ ജനകീയത മാത്രവുമല്ല മണ്ഡലത്തിലെ പരിചയം, വിവാദങ്ങളടക്കം വലിയ തരത്തിൽ ചർച്ചാ വിഷയമാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ്, ഇതടക്കം VS സുനിൽകുമാറിനെ സംബന്ധിച്ച് നിർണായകമാകും എന്നുള്ളൊരു വിലയിരുത്തൽ CPI നേതൃത്വത്തിനുണ്ട്. വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി മാത്രവുമല്ല ലീഗിനടക്കം കാര്യമായ വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായും ആ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ദേശീയ സ്വഭാവം അതല്ലെങ്കിൽ ദേശീയ ഇമേജ് ഉള്ള ഒരു കാൻഡിഡേറ്റ് എന്നുള്ളത് CPI സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് ആനി രാജ എന്ന പേരിലേക്ക് CPI നേതൃത്വം എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ 4 പേരുകൾ തന്നെയാണ് ഇപ്പോൾ CPIയുടെ പരിഗണനയിലുള്ളത്. 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഉന്മേഷ്, ഈ പന്ന്യന്റെ കാര്യത്തിൽ അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ ഉണ്ടെങ്കിൽ കൂടിയും അങ്ങനെ നേതൃത്വത്തിലേക്കൊന്നും വരാതെ മാറി നിൽക്കുകയായിരുന്നു. അടുത്തിടെയാണ് അദ്ദേഹത്തെ സംസ്ഥാന കൗൺസിൽ ക്ഷണിതാവാക്കുന്നത്. അദ്ദേഹം ഈ മത്സരത്തിന് പൂർണ്ണമായും സമ്മതം മൂളിയിട്ടുണ്ടോ? അങ്ങനെയൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ തീരുമാനം? ഷഫീദ്, ഇക്കാര്യത്തിൽ CPI സംബന്ധിച്ച് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം പന്ന്യൻ പിന്മാറിയാൽ പിന്നെ ഏത് പേര് എന്നുള്ളതാണ്. അങ്ങനെയാണ് ചില മന്ത്രിമാരടക്കം മത്സരിക്കാനുള്ള സാധ്യത നേരത്തെ മുന്നിൽ കണ്ടത്. മാത്രമല്ല അങ്ങനെ ചില വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് തൽക്കാലം കടക്കേണ്ടതില്ല. പന്ന്യൻ എന്ന CPIയിലെ ജനകീയ മുഖം തന്നെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തി. ഇക്കാര്യം ഈ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ പന്ന്യനോട് പാർട്ടി വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ പന്ന്യൻ രവീന്ദ്രൻ ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സമ്മതം അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ CPI സംബന്ധിച്ച് പകരം മറ്റൊരു പേര് ആര് എന്നുള്ള കാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആശങ്കകൾക്ക് ഇപ്പോൾ വിരാമമിടുകയാണ്. ആ ആശങ്കകൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നു. മാത്രമല്ല പന്ന്യനെ പരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും മണ്ഡലത്തിലെ പരിചയമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. അത് വലിയ ഗുണകരമായി മാറും എന്ന് CPI വിലയിരുത്തുന്നു. കൂടാതെ തിരുവനന്തപുരത്തടക്കം ജനകീയമായിട്ടുള്ള മാത്രമല്ല മറ്റ് പൊതുവേദികളിലടക്കം തിരുവനന്തപുരത്തെ പൊതുവേദികളിൽ സജീവമാണ് പന്ന്യൻ. തിരുവനന്തപുരത്തെ സാംസ്കാരിക വേദികളടക്കം സജീവമാണ് പന്ന്യൻ. സ്വാഭാവികമായും അത് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകും എന്നുള്ളൊരു വിലയിരുത്തൽ CPI സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പന്ന്യനിൽ തന്നെ പ്രഷറൈസ് ചെയ്ത് CPI നിന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് CPI എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, ഷഫീദ്, അങ്ങനെയെങ്കിൽ തൃശ്ശൂരിൽ പോരാട്ടം കനക്കും. ഇപ്പോൾ ആനി രാജയുടെ പേര് കൂടി വരുമ്പോൾ അത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പോരാട്ടമാണ്. ആനി രാജ എന്ന് പറയുമ്പോൾ അത് CPIയുടെ വനിതാ സംഘടനയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ആ തരത്തിൽ തന്നെ ഒരു മത്സരം നടക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് CPI എത്തുന്നു വേണം കരുതാനല്ലേ? ഉറപ്പായും ഉന്മേഷ്. കാരണം ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാവിലെ മാധ്യമങ്ങളെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുൻപ് അദ്ദേഹം കയറും മുൻപ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് വിജയസാധ്യത മാത്രമായിരിക്കും സ്വാഭാവികമായും പരീക്ഷിക്കുക. മറ്റൊരു തരത്തിലുള്ള ഘടകങ്ങൾക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനമില്ല. മാത്രമല്ല LDF മത്സരിക്കുന്ന 20 സീറ്റുകളും CPIയുടെ സീറ്റുകളാണ് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അതിന് ബിനോയ് വിശ്വം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി പ്രത്യേകമായി 2 മണ്ഡലങ്ങളുടെ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂരെ സംബന്ധിച്ച് അതൊരു ശക്തമായ ത്രികോണ മത്സരം. അവിടെ തീപാറും എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അവിടുത്തെ കാൻഡിഡേറ്റ്സുകളൊക്കെ സ്റ്റാർ കാൻഡിഡേറ്റ്സുകളാണ്. അക്കാര്യത്തിലും തർക്കമില്ല. സുരേഷ് ഗോപി ആണെങ്കിലും സ്വാഭാവികമായും നിലവിൽ ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക വന്നില്ലെങ്കിൽ കൂടി UDFന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടി അക്കാര്യത്തിൽ വളരെ ജനകീയമായി തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർക്കൊപ്പം ആര് എന്നുള്ള ചോദ്യത്തിന് CPI സംബന്ധിച്ച് ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. അത് VS സുനിൽകുമാറാണ്. അദ്ദേഹത്തിന് ഈ നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രവൃത്തി പരിചയം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഗുണകരമാകും. അതിനുമപ്പുറത്തേക്ക് തൃശ്ശൂരിൽ CPI ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരുവന്നൂർ അടക്കമുള്ള
രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ അതിനെ രാഷ്ട്രീയമായി മറുപടി നൽകുക, രാഷ്ട്രീയമായി പ്രതിരോധിക്കുക, അതിന് ശേഷിയുള്ള ഒരു നേതാവ്, അതിന് ശേഷിയുള്ള ഒരു മുഖം അവിടെ തൃശ്ശൂരിൽ ഇറങ്ങട്ടെ എന്നുള്ളതാണ് സ്വാഭാവികമായും CPI ഉദ്ദേശിക്കുന്ന കാര്യം. അങ്ങനെയാണ് VS സുനിൽകുമാർ എന്നുള്ള പേരിലേക്ക് എത്തിച്ചേർന്നത്. അതേസമയം വയനാട്ടിലെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. വയനാട്ടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന മോസ്റ്റ് പോപ്പുലർ ഫേസ് വരുമ്പോൾ അതിനോട് കിടപിടിക്കുന്ന അതല്ലെങ്കിൽ അതിനെ തുല്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ വേണം, അതൊരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥാനാർത്ഥി കൂടി ആകണം എന്നുള്ള ഒരു നിർബന്ധം CPI സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല വയനാട്ടിലടക്കം CPI നിലവിൽ ഇപ്പോൾ മേൽക്കൈയുള്ള സ്ഥലങ്ങളിൽ ആനി രാജ സജീവമായി മുൻപ് പല ഘട്ടങ്ങളിൽ പല സമ്മേളനങ്ങളിലും സജീവമായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കൂടി CPI പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആനി രാജ എന്ന പേരിലേക്ക് വയനാട്ടിൽ CPI എത്തിച്ചേർന്നിരിക്കുന്നത്. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്താണ് വിവരങ്ങൾ നൽകിയത്. CPIയുടെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ധാരണയാകുന്നു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, വയനാട്ടിൽ ആനി രാജ, തൃശൂരിൽ VS സുനിൽകുമാർ, അരുൺകുമാർ ആയിരിക്കും മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിയാവുക. ഷഫീദ് റാവുത്താണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.